ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ പല സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സിബിൽ ഇല്ലാതെ കിട്ടുന്ന ലോൺ ഏതാണ്, അതേപോലെ തന്നെ സാലറി ഇല്ലാതെ ഇൻകം പ്രൂഫ് ഇല്ലാതെ നമുക്ക് 50,000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ലോൺ ആപ്പ് RBI അപ്രൂവ്ഡ് ലോൺ ആപ്പ് ഏതാണ്, ബാങ്കുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടുമോ, ഇൻകം പ്രൂഫ് ഇല്ലാതെ കിട്ടുമോ എന്നാണ് ഒരുപാട് സംശയങ്ങൾ എന്നോട് വാട്സപ്പ് വഴി ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ സർവേ നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായത് സാലറി ഇല്ലാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലോൺ കൊടുത്ത ആപ്ലിക്കേഷൻ നമ്മുടെ ട്രൂ ബാലൻസ് തന്നെയാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ 90% സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷൻ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 50,000, 75,000, 1,00,000 രൂപ വരെ ലോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, എല്ലാ ഡൗട്ട്സുകളും മാറ്റിയിട്ടുണ്ട്. ഞാൻ സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സാലറി അല്ല, ഞാൻ ബിസിനസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ക്യാഷ് സാലറിയാണ് അല്ലെങ്കിൽ ചെക്ക് സാലറിയാണ്, അക്കൗണ്ട് വഴിയുള്ള സാലറി വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു തെറ്റിദ്ധാരണ ഇതാണ്, സാലറി അക്കൗണ്ട് വഴി വന്നാൽ മാത്രമേ ബാങ്കുകൾ ലോൺ തരൂ എന്നൊരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത്. അപ്പോൾ ചില ബാങ്കുകളുടെ കാര്യം എടുത്താൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ICICI, HDFC അങ്ങനെയുള്ള പ്രമുഖ ബാങ്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാലറി അക്കൗണ്ട് വഴി തന്നെ മാസാമാസം ട്രാൻസ്ഫർ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അതിലുപരി ചില ബാങ്കുകൾ ഒന്നുമില്ലാത്തവർക്കും ലോൺ കൊടുക്കും. അത് നമ്മൾ കാരണം ബാങ്കുകൾക്ക് പോലും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല ഏതിൻ്റെ ബേസിലാണ് ഈ ഹയർ ടീം അവർക്ക് സാങ്ഷൻ ചെയ്ത ലോൺ. ചിലപ്പോൾ അവരുടെ ബാങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗുഡ് സിബിൽ സ്കോർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വെച്ചായിരിക്കാം അവർ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയ കാര്യം ഇതാണ്. ഒരു കാര്യവുമില്ലാതെ ചില ആൾക്കാർക്ക്, ഒരു കാര്യവുമില്ലാതെ ഒരു എലിജിബിലിറ്റി, അതായത് അക്കൗണ്ടിൽ സാലറി ഇല്ല, ചിലപ്പോൾ സിബിൽ കാണും, ചിലപ്പോൾ ബാങ്കിങ് കാണും, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ച് അവർ ലോൺ കൊടുക്കും. ചിലപ്പോൾ അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കാം, ഒരു 2-3 വർഷം കൊണ്ട് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കാം. അപ്പോൾ അവരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ്, ലോൺ കൊടുക്കാൻ പറ്റിയ അക്കൗണ്ടാണ്. അങ്ങനെ ചിലപ്പോൾ ലോൺ കൊടുത്തതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു 50,000-ൽ കൂടുതൽ ലോൺ കിട്ടിയ ഒരു സബ്സ്ക്രൈബറിനെ വിളിച്ചു, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പ്രൂഫ് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു വീഡിയോ ആ ഒരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഹലോ ആബിദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഫിറോസ് ആണ്, ബാങ്കിങ് എക്സ്പോർട്ട് എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ ആബിദിന് എമൗണ്ട് ട്രൂ ബാലൻസ് ആപ്പിൽ നിന്ന് എത്ര രൂപയാണ് ലോൺ എമൗണ്ട് കിട്ടിയതെന്ന് പറയാവൂ. പിന്നെ എന്താ ചെയ്യുന്ന വിധാന ഡീറ്റെയിൽസ് എന്ന് പറയാവൂ. സാലറി ആണോ, സാലറി ഇല്ലാത്തതാണോ? കാരണം കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അത് സാലറി വെച്ചാണോ ഇല്ലാതെയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സെൽഫ് എംപ്ലോയിഡ് ആണ് ഞാൻ കാണിച്ചത്. അങ്ങനെയായാലും കൊടുത്തത് ഇത് ബിസിനസ് ആണ്. ഹോട്ടല് ചെറിയ ചായ പരിപാടിയൊക്കെ പാടെയാണ്, ഹോട്ടലെല്ലാം കൂടിയാണ്. വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഞാൻ. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കേട്ടല്ലോ, അദ്ദേഹത്തിന് ടീ ഷോപ്പിൻ്റെ പരിപാടിയാണ്. അദ്ദേഹം ചെക്ക് ചെയ്ത് നോക്കാൻ വെറുതെ ഒന്ന് കയറിയതാണ്. അദ്ദേഹത്തിന് ലോൺ 50 above സാങ്ഷൻ ആയിട്ടുണ്ട്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ചില ആൾക്കാർക്ക് ഇപ്പോൾ സാലറി 50,000 രൂപ ഉണ്ടെങ്കിലും അവർക്ക് അപ്രൂവൽ ആയിട്ടില്ല. അത് ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാനത് പിന്നീട് പഠിച്ചതിന് ശേഷം ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാഷ് സാലറി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സാണ്, പ്രൂഫ് ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലോൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ട്രൂ ബാലൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ചില ആൾക്കാർ കുറച്ച് മിസ്റ്റേക്സുകൾ വരുന്നുണ്ട് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കേൾക്കുക. അപ്പോൾ ആദ്യമേ ഈ ഒരു ട്രൂ ബാലൻസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഞാൻ കുറച്ച് നമ്മുടെ ഒരു 5% കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. നിങ്ങൾ പ്രൊസീഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ 1,000, 6,000 മാക്സിമം മിനിമം കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോൺ തരും, അത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹൗസിംഗ് ടൈപ്പ്, ഇവിടെ ചില ആൾക്കാർ റെൻറ്റഡ് കൊടുക്കും, അത് റിജക്റ്റ് ആവും. നിങ്ങൾ ഓൺഡ് തന്നെ കൊടുക്കുക, അതിന് പ്രത്യേക പ്രൂഫ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ, അത് നിങ്ങൾ മാരീഡ് തന്നെ ആസ് യൂഷ്വൽ കൊടുക്കുക. കാരണം അവർ അതിന് എലിജിബിൾ പ്രൂഫ് ഒന്നും ചോദിക്കുകയില്ല. ജോബ് ടൈപ്പ് നിങ്ങൾ എന്താണോ സാലറിയോ, സെൽഫ് എംപ്ലോയിഡ്, സ്റ്റുഡൻറ്റ്, അൺഎംപ്ലോയിഡ്, ഹോം മേക്കർ, അത് സെൽഫ് എംപ്ലോയിഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക.
ഇനി എഡ്യൂക്കേഷൻ ലെവൽ ഗ്രാജുവേഷൻ കൊടുക്കുക, അതിനും സ്പെഷ്യൽ പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ചില ആൾക്കാർ 10th പാസ് കൊടുക്കും, അത് ചില സമയത്ത് റിജക്റ്റായി പോകും. ഇൻഡസ്ട്രി വർക്കിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ് അതൊന്നും കൊടുക്കരുത്, കാരണം അത് റിജക്റ്റ് ആവും. നിങ്ങൾ വല്ല ഇ-കൊമേഴ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്, IT, BPO അങ്ങനെ ഓപ്ഷൻ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. മന്ത്ലി ഇൻകം നമുക്ക് ഇഷ്ടമുള്ള ഇൻകം കൊടുക്കാം എന്ന് പറഞ്ഞ് 1 ലക്ഷവും 5 ലക്ഷവും ഒന്നും കൊടുത്തു കളയരുത്. ചില ബാങ്കുകൾ ഇത്ര എമൗണ്ടിന് മുകളിൽ വരികയാണെങ്കിൽ ലോൺ തരില്ല. അതായത് സാലറി 75,000 എബോവ് ആണെങ്കിൽ ഓവർ എലിജിബിലിറ്റി മീൻസ് ഓവർ എലിജിബിൾ. ഓക്കെ, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു 20,000-നും 50,000-നും മിഡിൽ വരുന്നൊരു സാലറി കൊടുക്കുക. ചില ആൾക്കാർ ഇവിടെ 1 ലക്ഷമൊക്കെ കൊടുക്കും. ഓക്കെ, ആ സമയത്ത് അത് റിജക്റ്റായി പോകും. എന്നിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം ടിക്ക് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇനി ലോൺ അണ്ടർ ഇവാലുവേഷനാണ്. നിങ്ങൾക്കൊരു 5 മിനിറ്റിനകം അതിൻ്റെ ഒരു റെസ്പോൺസ് വരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വരുന്ന മെസ്സേജ് ഇതാണ്, എന്താ പറയുന്നത്, നമുക്ക് സാലറി ഇല്ലാതെ ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ റിപ്പീറ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ഈ ഒരു ആപ്പിനെ കുറിച്ച് കണ്ടവർ, ഈ ഒരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാവുന്ന ക്ഷമിക്കുക. ഇനി നമ്മൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോസിൽ, ഈ വരുന്ന വീഡിയോസിൽ സിബിൽ ഇല്ലാത്തവർക്ക് ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, നെഗറ്റീവ് ഉള്ളവർക്ക് മീൻസ് കിട്ടുന്ന ലോൺ ഏതാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിങ് ഇല്ലെങ്കിൽ ഏത് ബാങ്കിൽ ചെയ്യാം, മീൻസ് മിനിമം ബാങ്കിങ് ഇല്ലെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൽ ലോൺ ചെയ്യാം, പിന്നെ 2 വീലർ ലോൺ, 4 വീലർ ലോൺ, യൂസ്ഡ് കാർ ലോൺ അങ്ങനെ കിട്ടുന്ന മീൻസ് വളരെ സ്പീഡിൽ കിട്ടുന്ന ബാങ്കുകൾ ഏതാണ്, അങ്ങനെ ഒരുപാട് വീഡിയോസുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.